ഹലോ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ നോട്ട്സ് തരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാനൊന്ന് സ്പീഡിൽ പറയാം. സ്പീഡുണ്ട്, അത് മറ്റൊന്നുമല്ല, നമുക്ക് ഈ ചാപ്റ്റർ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ കേട്ടോ. അതുകൊണ്ട് ഒരു ഇച്ചിരി സ്പീഡുണ്ട്. സ്പീഡ് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ, കാരണം ക്വസ്റ്റ്യൻ ആൻസർ എടുക്കേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 1ാമത്തെ പാഠം ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാർക്കും ഒരേ രീതിയിൽ ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ കേട്ടിരുന്നാൽ മതി. നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ തന്നെ എൻ്റെ മലയാളം അർത്ഥം അറിയണ്ടേ, അതുകൊണ്ട് ഞാനിത് മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട്, കേൾക്കണം കേട്ടോ. നോക്കിക്കേ, ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ഒറ്റയുള്ളൊരു ജീവിതം എന്നാണ്. ഇവിടെ ഒരു പൊന്മാൻ്റെ പടം തന്നിട്ടുണ്ട്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് ഈ പൊന്മാൻ പൊതുവെ താമസിക്കുന്നത് അല്ലേ. കാരണം ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇവ താമസിക്കാറുള്ളൂ. കാരണം അതിന് വല്ലതും കഴിക്കണ്ടായോ, അതുകൊണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ജീവികളുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടല്ലോ. അതിൽ ആടിൻ്റെ പ്രധാന ആഹാരം എന്താണെന്നാണ് നമ്മുടെ 1ാമത്തെ ചോദ്യം. ആട് കഴിക്കുന്ന പ്രധാന ആഹാരങ്ങൾ എന്താണ്, അതൊരു ചോദ്യമാണ്, നമുക്ക് ആൻസർ ഉണ്ട്. രണ്ടാമത്തത് നമുക്ക് പാഠം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വിച്ച് ക്രിയേച്ചർ ഫീഡ് ഓൺ വേറെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റെന്തെല്ലാം ജീവികളും നമുക്ക് ചുറ്റുമുണ്ടെന്നാ. പേടിക്കേണ്ട, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയേ, ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. ആ പിക്ചറിനകത്ത് നോക്കിക്കേ, ക്രിയേച്ചർ സീൻ ഇൻ ദ പിക്ചർ, ജീവികൾ എന്തെല്ലാം ഈ പിക്ചറിനകത്തിൽ എന്തെല്ലാം ഉണ്ടെന്നാണ്. അതിന് ഞാൻ സെപ്പറേറ്റ് നോട്ട് എഴുതിയില്ല കുഞ്ഞുങ്ങളെ, ആ പടം കണ്ട് നിങ്ങളങ്ങ് എഴുതിയാൽ മതി. എന്തൊക്കെയാണ്, ചെറു മീനുകളുണ്ട്, ഫ്രോഗ്, ക്രാബും, ടോർട്ടോയ്സും അല്ലേ, തവള, ഞണ്ട് അല്ലേ. മലയാളക്കാർക്ക് മലയാളവും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും അത് കേട്ടോണം കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല, കാരണം നിങ്ങൾക്കൊരു പടം കണ്ടാൽ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതാൻ പറ്റും അല്ലേ. ചെറു മീനുകൾ, ഫ്രോഗ്, ക്രാബ്, ടോർട്ടോയ്സ്, ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, അടുത്ത് നോക്കിക്കോ, ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെല്ലാം ആഹാരമാക്കുന്നു. ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു അല്ലേ. കൊക്കുകളാണെങ്കിൽ മീനുകളെ ആഹാരമാക്കുന്നു. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് ലിങ്ക്ഡ് ടുഗദർ, കണ്ണി ചേർക്കുക എന്നുള്ളതാണ്. മാന്, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നുണ്ട് അല്ലേ. ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ. ഞാൻ ഈ പറയുന്നതിൻ്റെ നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ടാ. മാന്, മുയൽ, ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് അറിയാൻ വയ്യ മിക്ക കുട്ടികൾക്കും. ഇത് ഇപ്പോൾ ഡിയർ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മാനാന്ന് അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട് കുഞ്ഞുങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ലല്ലോ. അപ്പം ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഈ മലയാളവും കേട്ട് പഠിച്ചിരിക്കണം കേട്ടോ. മാന്, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു അല്ലേ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി കൂടുതൽ ഉൾപ്പെടുത്തി ആഹാര ശൃംഖല പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്ലാന്റ്സ്, ഡിയർ, റാബിറ്റും ഒക്കെ ഞാൻ നോട്ടി പറയുന്നുണ്ട്. ഇവിടെ ഒരു ആഹാര ശൃംഖല. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഫുഡ് വെബ് എന്നാൽ എന്താണ് കേട്ടോ. എന്നാൽ അതും ഞാൻ തരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഈ ചാപ്റ്ററിനെ ഒന്ന് ഓടിച്ചിട്ട് നോക്കുമോ നിങ്ങൾ കേട്ടോ. അടുത്ത ശൃംഖലകൾ കടലിലും. നോക്കി, കരയിലെ പലതരം ആഹാരബന്ധങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കി, ഓരോ മീനിൻ്റെയും പേരുണ്ട്. ഇതിൻ്റെ മലയാളം ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. ഷാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവാണ്. സർഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തിയാണ്, നമ്മുടെ മത്തി അറിയാമല്ലോ. പിന്നെ സീ ടർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാമയാണ്. പിന്നെ സ്മാൾ ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീനുകളാണ് കേട്ടോ. പിന്നെ സ്ക്വയർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണവ. ഫിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളാണ്. പിന്നെ സീ ടർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാമ. ചെറു മീനുകൾ എന്ന് വെച്ചാൽ സ്മാൾ ഫിഷസ്, പ്ലാങ്ക്ടൺ. ഇനി അത് നമുക്ക് പ്ലവകങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പ്ലാങ്ക്ടൺ പിന്നെ ഇതിൻ്റെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ചോദിക്കുക എന്താണ് ഏറ്റവും പ്രധാനമാണ് പ്ലാങ്ക്ടൺ എന്നാൽ എന്ത്, അതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ എഴുതാത്തതാണ് എടുത്ത് പറയുന്നത് കേട്ടോ. ഫോർ സർവൈവൽ, നമുക്ക് നിലനിൽപ്പിനായിട്ട് എന്തെല്ലാം ഈ ചിത്രത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു മീനിന് ജീവിക്കാൻ എന്തെല്ലാം വേണം, അതും ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്, ഞാൻ തരുന്നുണ്ട്. നോക്കൂ നിങ്ങളെ, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും, ജീവനുള്ളവയും ജീവനില്ല, അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഞാനത് സെപ്പറേറ്റ് എഴുതിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് ജീവനുള്ളവ ഏതൊക്കെയാണ് നമുക്ക് കണ്ടാലറിയാം. നമുക്ക് മീനും താറാവ്, നമുക്ക് ജീവനുള്ള ഇഷ്ടം പോലെ എഴുതാം. ജീവനില്ലാത്തവയോ കല്ലും മണ്ണും അല്ലേ. പിന്നെ എന്തൊക്കെയാണ്, വായു, ജലം, ഇതിനൊക്കെ ജീവനുണ്ടോ? ഇല്ല. ഓക്കെ ആണോ? അടുത്തത് ഹാബിറ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവാസം അല്ലേ. അത് ഞാൻ നോട്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കി, ഈ ചിത്രത്തിൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്തിൽ കാണപ്പെടുന്നത്. നമുക്ക് നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് നോക്കിക്കേ, ഈ പടത്തിനകത്തിലുണ്ടോ അത്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ ജീവനുള്ള ഘടകങ്ങളെല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളെയും, അതായത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി കുഞ്ഞുങ്ങളെ. ജീവനുള്ളവയും ജീവനില്ലാത്തവയും, അതായത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും. ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവനുള്ളവയും, നോൺ ലിവിങ് തിങ്സ് എന്ന് വെച്ചാൽ ജീവനില്ലാത്തവയുമാണ്. അതൊക്കെയാണോ?
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിക്കേ, ഓരോ ജീവിക്കും അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അല്ലേ? നമ്മൾ ജീവിക്കുന്ന പോലാണോ പശു ജീവിക്കുന്നത്? പശുവിൻ്റെ കൂട്ടാണോ പട്ടി? ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടെന്നാണ് കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് എഴുതുക. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് അവയെക്കുറിച്ച് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? പുൽമേടുകളുണ്ട് അല്ലേ, മരുഭൂമിയുണ്ട്, പിന്നെ മാൻഗ്രൂവ്സുകളുണ്ട്, പിന്നെ പോളാർ റീജിയൻസുകളുണ്ട്. ഇതൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഫുഡ് കാർഡ് തയ്യാറാക്കാൻ. ഫുഡിൻ്റെ കാർഡ് കണ്ടോ, അതൊക്കെ ടെസ്റ്റിലുണ്ട്, ഡി സെപ്പറേറ്റ് തരേണ്ട കാര്യമൊന്നുമില്ല. നോക്കൂ അടുത്തത്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ ഗോ ടു ഇവിടുതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമുക്കിപ്പോൾ ഒരു ജീവി ഇല്ല എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ടൈഗർ എന്ന് വെച്ചാൽ കടുവയാണ്. ഒരു കടുവയുടെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ കടുവ പിന്നെ നമ്മുടെ ഇവിടെ ഭൂമിയിൽ ഇല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. കടുവ ഇല്ലെങ്കിൽ ഈ കടുവ തിന്ന് ജീവിക്കുന്ന കുറേ ജീവികളില്ലേ, മാനും അതിൻ്റെ പിക്ചർ കൊടുത്തേക്കുന്നത്. ഈ കടുവ തിന്നുന്നതാണ് നരി, കോഴി, ഇതിനെയൊക്കെ ഈ കടുവ തിന്നുന്നതാണ്. ഈ കടുവ ഇല്ലെങ്കിൽ ഇതെല്ലാം ഒരുപാട് ആവും, ഇതിൻ്റെ എണ്ണം കൂടും. അങ്ങനെ നമുക്ക് അത് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അടുത്തത് ഇൻവാഡേഴ്സ് എന്നാണ്, എന്ന് വെച്ചാൽ അധിനിവേശക്കാർ. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? അറിയാമോ ആർക്കെങ്കിലും? ആഫ്രിക്കൻ മുഷി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. രണ്ടിവിടെ കൊടുത്തിട്ട് ആഫ്രിക്കൻ ക്യാച്ച് ഫിഷ്. ഇത് മുഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മുഷിയുടെ പ്രത്യേകത വെച്ചാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി. പക്ഷേ ഇവ വളരെ പെട്ടെന്നാണ് വളർന്നങ്ങ് പെരുകുന്നത്. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായിട്ട് ഇതിനെ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ജലാശയത്തെ നമ്മുടെ നാടൻ മത്സ്യങ്ങളെ മുഴുവൻ ഇതെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആഹാരമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഫിഷൊക്കെ എന്തോ ചെയ്യൂലേ, നമ്മൾ പിന്നെ മീൻ കഴിക്കുന്ന എങ്ങനെ അല്ലേ? അവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയത്തിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും ഇല്ലേ? ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണത്തിനെ കാരണം ഇത് പെട്ടെന്നാണ് പെറ്റ് പെരുകുന്നത്. പെരുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള മീനുകളെല്ലാം ഇതങ്ങ് പെട്ടെന്ന് തിന്നു തീർക്കും. പക്ഷേ ഇതിനെ കഴിക്കാൻ ഉള്ള മീനുകളൊന്നും നമ്മുടെ ഇത് ഇല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ആവാസവ്യവസ്ഥയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിക്കേ, ഫുഡ് റിലേഷൻഷിപ്പ്. ഫുഡിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ആഹാരബന്ധം. അതും അതിനെക്കുറിച്ചൊന്നുമില്ല കുഞ്ഞുങ്ങളെ. ആഹാര ശൃംഖലയെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ ചെറുത് അതിനെക്കാട്ടി വലുതിനെ തിന്നുന്നു, അതിനെക്കാട്ടി വലുത് അതിൽ വലുതിനെ തിന്നുന്നു, അങ്ങനെയുള്ളൊരു അത് നമുക്ക് നോട്ടിൽ പറയാം. അടുത്ത ഫുഡ് ചെയിൻ എന്നാൽ എന്താണ്? അത് നമ്മുടെ നോട്ടിലുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ പ്ലാന്റ്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ പ്രകാശ സംശ്ലേഷണം എന്നാണ് കുഞ്ഞുങ്ങളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇലകളിൽ വെച്ച് ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന ഊർജ്ജം കൊണ്ട് അങ്ങനെ ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്നതിനെ എൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പിന്നെ തന്നിട്ടുണ്ട് സ്പീഡിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, അതുപോലെ തന്നെ ഈ ഇലകളുടെ പ്രത്യേകത നോക്കൂ കുഞ്ഞുങ്ങളെ. ഇലകൾ നോക്കിക്കേ, ഒന്ന് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് കണ്ടോ, ഇങ്ങനെ കൊടുത്തിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നേരിട്ട് സൂര്യപ്രകാശം അടിക്കത്തില്ലേ, ആ അടിക്കുന്ന വശത്തോട്ട്, അതായത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് നമ്മുടെ സസ്യങ്ങളിൽ ഇലകൾ എപ്പോഴും ക്രമീകരിക്കുന്നത് കേട്ടോ. ദ ലീവ്സ് ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഇവിടെയും കിട്ടണോ, ഓപ്പോസിറ്റ് സൈഡും എന്ത് കിട്ടണമെന്നാണ് പറഞ്ഞത്? സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിലാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളാണ് അല്ലേ? ഈ വശത്തോട്ടും ആ വശത്തോട്ടും എല്ലാം ഇലകൾ കണ്ടോ, നമ്മൾ ഈ കവിട്ട പൊട്ടി എന്നൊക്കെ പറയത്തില്ലേ, അതെല്ലാം അവിടെ എല്ലാം സൂര്യപ്രകാശം കറക്റ്റായിട്ട് അടിക്കാൻ വേണ്ടിയാണ് കണ്ടോ. ഇതിൻ്റെ എല്ലാം നിങ്ങൾ നിരീക്ഷിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ടീച്ചർ ചെയ്യിപ്പിച്ച് കാണും സ്കൂളിൽ. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, ചെമ്പരത്തി പോലെയുള്ളത്, ചെമ്പരത്തിയുടെ ഉണ്ട്, പിന്നെ ഏഴിലം പാലെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. പിന്നെ തുളസിയുണ്ട്, ഇതിനെയൊക്കെ അതൊക്കെ റഫായിട്ടാണ്. പിന്നെ എപ്പോഴും ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്നത് ആരാണ്? ഹരിതകമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വൺ വേർഡിന് കൊടുത്തിട്ടുണ്ട്. ഒരു മാർക്കിൻ്റെ ചോദ്യം, ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെൻറ്റ് ഇൻ ലീവ്സ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ, പിന്നെ ഞാൻ അത് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറിൽ പറയുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് മരവാഴ എന്നാണ്. വാണ്ട എന്ന് പറയുന്നതിന് മരവാഴ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മരവാഴ എന്ന് വെച്ചാൽ വാണ്ട. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകളുണ്ട് ഇതിനകത്തിൽ കണ്ടോ. ഇതിനകത്തിൽ വെളുത്ത വേരുമുണ്ട്, അല്ലാതെ കറുത്ത സാധാരണ വേരുമുണ്ട്. ഈ വെളുത്ത വേരിൻ്റെ പ്രത്യേകത എന്താ കുഞ്ഞുങ്ങളെ? ഇത് എവിടേക്കാണ് വളർന്ന് നിൽക്കുന്നത്? നോക്കി, ആ മരത്തേലോട്ട് ഒട്ടി, ഏത് മരത്തേലാണോ നിൽക്കുന്നത് അതിലോട്ട് തന്നെ ഒട്ടി പിടിച്ച് നിൽക്കുക. കാരണം എന്തുകൊണ്ടാണ്? ആ മരത്തേലെ ഉള്ളതിനെ ഊർജം വലിച്ചെടുത്താണ് ഇത് കഴിയുന്നതെന്നാണ്. നീ നോക്കിക്കേ, ഏതാണ്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ?
കേട്ടോ. മാംഗോ ട്രീ ഉണ്ടോ, ഇംഗ്ലീഷ് ഉണ്ടോ. അതായത് ഞാനൊരു മാവാണ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം തന്നെ നിർമ്മിക്കുന്നു എന്ന് ആര് പറയുന്നുണ്ട്? മാവ് പറയുന്നുണ്ട്. മാവ് മരം പറയുകയാണ് എന്താ, ഞാൻ എനിക്ക് വേണ്ടുന്നതല്ല ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്താണ് ഈ വാണ്ട മീൻസ് മരവാഴ പറയുക, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ എന്താ നിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത്, എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. വാണ്ട പറയുന്നതാണ്. അപ്പോൾ അടുത്ത ലൊറാൻഡസ് എന്താ പറയുന്നത്? ലൊറാൻഡസ് എന്ന് വെച്ചാൽ ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണി എന്ന് വെച്ചാൽ അതും എന്താണ്, വേറൊരു ജീവിയെ ഡിപ്പെൻഡ് ചെയ്ത് വേറൊരു സസ്യത്തെ കണ്ടോ. ഇത്തിൽക്കണ്ണി കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഇതൊക്കെ എല്ലാ മരത്തിലുണ്ട്, ഇപ്പോൾ കാണുന്നില്ല കുഞ്ഞുങ്ങളെ. അതായത് അതെന്താ, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്നും ഞാൻ ഏത് പ്ലാന്റ്സിലാണോ നിൽക്കുന്നത് അതിൽ നിന്നാണ് ഇതും വലിച്ചെടുത്ത് കഴിക്കുന്നത്. അപ്പം അടുത്തേതാ കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്ത ആളി. ഞാനും ആഹാരം നിർമ്മിക്കുന്നില്ല, കാരണം എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നുള്ളത് വലിച്ചെടുത്ത് കഴിയുകയാണ്. അപ്പം 4 പേരുടെയും ജോലി മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് ഒന്നുകൂടെ കേൾക്ക് കേട്ടോ, കാരണം നമുക്ക് സമയപരിധിയാണ്. നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ഇതെല്ലാം എടുക്കേണ്ടിയിട്ടാവും നിങ്ങളെ. അടുത്ത നോക്കിക്കേ, എന്താണ് എപ്പിഫൈറ്റുകൾ? അത് ഞാൻ തന്നിട്ടുണ്ട്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ നോക്കൂ, ഞാൻ ഇതാ ഒരു സസ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് അതിനെ ആശ്രയിച്ച് ഉണ്ടോ. അടുത്തത് ലൊറാൻഡസ് അല്ലെ പാരാസൈറ്റ്. എന്താണ് പാരാസൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണിയുടെ സ്വഭാവം ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി പാരാസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്, വേറൊരു ജീവിയെ ആശ്രയിച്ച് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പാരാസൈറ്റോ, നമ്മുടെ മൂടില്ലാത്താളിയൊക്കെ എന്താ മൊത്തത്തിൽ ഏത് പ്ലാന്റ്സിലാണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇനിയുണ്ട് കസ്ക്യൂട്ടയുടെ മലയാളം എന്താ പറയുന്നത്? മൂടില്ലാത്ത ആളി. രണ്ടുകൂടെ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം കുഞ്ഞോളെ. നോക്കിക്കാൻ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരേപോലെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യമേ മലയാളം മീഡിയക്കാരെ അങ്ങ് പറയാം. കാരണം എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ഇത് മലയാളം പറയാമെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആടിൻ്റെ ആഹാരം എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നിങ്ങളെ? ആടിൻ്റെ പ്ലാവില, പഴത്തൊലി, പിന്നെ മറ്റെന്തെങ്കിലും കൊടുക്കുന്നത് ആടിന്? നമ്മളുണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ വെള്ളം, കഞ്ഞി വെള്ളമോ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കത്തില്ലേ? ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? സസ്യങ്ങൾ വേറെ ആഹാരമാക്കി കഴിക്കുന്ന ജീവികൾ മാനും അതുപോലെ വെജിറ്റേറിയൻ അല്ലേ. അതുപോലെ തന്നെ ആട്, പശു, ആന, പുൽച്ചാടി, ഇതെല്ലാം എന്താണ്? സസ്യങ്ങൾ, പ്ലാന്റ്സ് മാത്രം കഴിച്ച് ജീവിക്കുന്നതാണ് കേട്ടോ. ഇനി ആഹാര ശൃംഖലയിൽ ഇത് ഓർഡറിൽ നിങ്ങൾ പഠിക്കണം. എന്താ സസ്യം കഴിക്കുന്നത്? ചെറുമീന്, പുൽച്ചാടി. ഇത് കണ്ടോ, ഇത് ഞാൻ സമയം കളയുന്നില്ല, ഇത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അതായത് ചെറുതെന്ന് അതിൽ വലുത് കഴിക്കുന്നു, അതിൻ്റെ വലുത് കഴിക്കുന്നു, അതിൻ്റെ വലുത്. ഇതൊരു ഓർഡറായിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ആഹാര ശൃംഖല ജാലം എന്നാൽ എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. എന്താണ്? ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതിനെ എന്താ പറയുന്നത്? ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലവകങ്ങൾ. അതായത് ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് നമ്മുടെ വെള്ളത്തിൽ സ്വതന്ത്രമായിട്ട് എന്ന് വെച്ചാൽ അതിന് അത് ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളത്തിലിങ്ങനെ നിങ്ങൾ വലിയ വെള്ളം ഉള്ളിടത്തൊക്കെ നോക്കിയിട്ടുണ്ടോ? തന്നെ അതിങ്ങനെ പോകുന്നത്. പായലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? പായലല്ല. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ഈ പ്ലവകങ്ങളുടെ ആഹാര ശൃംഖല എങ്ങനെയാണെന്ന് നോക്കിക്കേ. പ്ലവകങ്ങളെ ആര് കഴിക്കുന്നുണ്ട്? ചെറുമത്സ്യങ്ങളെ ആര് കഴിക്കുന്നുണ്ട്? മത്തിയ പോലെ വലിയ മത്സ്യങ്ങൾ. അത് നിങ്ങൾ ഈ ഓർഡർ അങ്ങ് എഴുതിയെടുക്കണം. നോട്ട്സ് വേണ്ടിയിട്ടാണേ. നോട്ട്സിൻ്റെ ഫോട്ടോ ഇടണമെന്ന് വിചാരിച്ചതിൻ്റെ ഒന്ന് വായിച്ച് തരാമെന്ന് വിചാരിച്ചാൽ. ഇനി അതിൻ്റെ അത്രയും ഞാൻ പറഞ്ഞതിൻ്റെ അത്രയും ഇംഗ്ലീഷ് നോക്കുമോ നിങ്ങളെ? There are many creatures around us who eat various kinds of food. ആണല്ലോ. What is the main food of goat? Goatൻ്റെ grass leaves, grains. Which creatures feed on part of plant? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചർ ഏതൊക്കെയാണ്? ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ, കൗവ്, എലിഫന്റ് അല്ലേ. എന്താണ് ഫുഡ് ചെയിൻ? നമ്മൾ ഇത് ഓർത്താൽ മതി കേട്ടോ. ചെറുത് അതിൽ വലുതിനെ കഴിക്കുന്നു, അതിൽ വലുത് അതിൻ്റെ കഴിക്കുന്നു. ഓക്കെ. പ്ലാങ്ടണിനെ കുറിച്ച് എന്താ ഈ പ്ലാങ്ടൺസ് ആർ സ്മാൾ പ്ലാന്റ്സ് അല്ലേ. ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ. ഇപ്പോൾ പറഞ്ഞല്ലോ വെള്ളത്തിൽ കൂടെ ഇവിടെ പറഞ്ഞായിരുന്നു അല്ലേ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അതും എന്താണ്? ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഞങ്ങളെ പ്ലാങ്ടണിനെ ഫിഷസ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതാ കേട്ടോ. അതങ്ങ് എഴുതിയെടുക്കണേ, നമുക്ക് സമയം. വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഫിഷ് നീഡ് ടു സർവൈവ്. എന്തെല്ലാം ഒരു മീനിന് കഴിയണമെങ്കിൽ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്, നോക്കിക്കോ.
മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? വാട്ട് കോമ്പോണൻസ് ഡസ്? എന്തൊക്കെയാ? ജലം, ഓക്സിജൻ, പിന്നെ സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, വിരകൾ, അനുയോജ്യമായ താപനില. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? വാട്ടർ, സൺലൈറ്റ്, ഓക്സിജൻ, അക്വാറ്റിക് പ്ലാന്റ്സ്, വോംസ്, ടെമ്പറേച്ചർ. ഇത് നിങ്ങൾ എഴുതിയെടുക്കാൻ നേരം പോസ് ചെയ്തിട്ടിട്ട് നിങ്ങൾ അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. എന്താണ് ഈ ഹാബിറ്ററ്റ് അല്ലെ ആവാസം എന്നാൽ എന്താണ്? ദ നാച്ചുറൽ സറൗണ്ടിങ്സ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ് ആർ കാൾഡ് ഹാബിറ്റാറ്റ്. എന്താ ഞങ്ങളെ? ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഹാബിറ്റാറ്റ് എന്താണ്? ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ് ആർ കാൾഡ്. ഒറ്റ മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഹാബിറ്റാറ്റ്. ഓക്കെ ആണോ? ആവാസം എന്നാൽ എന്താണ്? ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ അതിൻ്റെ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ? അത്രയും സംശയമില്ലല്ലോ. ഇതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഞാൻ നോട്ട് എഴുതിയത്. ഇതിലേതെങ്കിലും നിങ്ങൾ എഴുതാനുണ്ടോ നോക്കണം, എഴുതിയെടുക്കണം. നോട്ട് നിങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതി തന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. അടുത്ത നോക്കിക്കേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്ററ്റ് ഉണ്ട് അല്ലേ? നമ്മൾ ആ പടത്തിൽ കണ്ടായിരുന്നല്ലോ. ഏതാ? ഗ്രാസ് ലാൻഡ്, മാൻഗ്രൂവ്സ്, ഡിസേർട്ട്, പോളാർ റീജിയൻ എന്നിവയൊക്കെ അല്ലേ? അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിരീക്ഷിച്ചതിന് ശേഷം എന്താണ് ആവാസ വ്യവസ്ഥയിൽ എന്തെല്ലാം നമ്മൾ കണ്ടു, എന്തെല്ലാം ഉണ്ട് നമുക്ക് ചുറ്റും? കായൽ, വയലുകൾ അല്ലേ, തോടുകൾ, ഇതെല്ലാം ഉണ്ട് അല്ലേ? അത് തന്നെയല്ലേ? കുളങ്ങൾ, പുഴകളൊക്കെ അല്ലേ? ഓക്കെ. അടുത്ത എന്താണ് ഫുഡ് ചെയിൻ? ദ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. നോട്ട് എഴുതിക്കോണേ. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദി ഫുഡ് ചെയിൻ. ഓക്കെ ആണോ നിങ്ങളെ? വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻസ് ദ പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? അതൊന്ന് പറഞ്ഞേ. വിച്ച് ആർ ദ മെയിൻ കോമ്പോണൻസ് ദാറ്റ് പ്ലാന്റ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? ഏതൊക്കെയുണ്ടോ നിങ്ങളെ? അതിൻ്റെ മലയാളം ഞാൻ എഴുതിയായിരുന്നു. അല്ലാണ്ട് സസ്യങ്ങൾക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ, ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണെന്ന്. എന്തെല്ലാം കുഞ്ഞുങ്ങളെ? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ഹരിതകം, പിന്നെ വെള്ളം അല്ലേ? എന്തൊക്കെ വേണം? ഞാൻ ഇംഗ്ലീഷും മലയാളവും കാണിക്കുന്നുണ്ട്. ഇതങ്ങ് നോക്കണേ. വാട്ട് ആർ ദ മെയിൻ കോമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ്, വാട്ടർ, ക്ലോറോഫിൽ. ഓക്കെ ആണോ? അടുത്ത എന്താണ്? നമ്മുടെ പുസ്തകത്തിനകത്തില്ലേ ആഫ്രിക്കൻ മുഷിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു കണ്ടോ? അതിൻ്റെ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. അതിനു മുമ്പേ പുസ്തകത്തിലെ പടം നിരീക്ഷിച്ചിട്ട് കടുവയുടെ കാര്യം ചോദിച്ചായിരുന്നില്ല. ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് കടുവകൾ വരുന്നത് അല്ലേ? ഈ കടുവകൾ ഇല്ലാതായാൽ കടുവ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാന്, കുറുക്കൻ, കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം കൂടുന്നു. 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അത് കേട്ടോ. ഓക്കെ. ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് ആര് വരുന്നത്? കടുവകൾ വരുന്നത് അല്ലേ? ഈ കടുവകൾ ഇല്ലാതായാൽ കടുവ കഴിച്ചുകൊണ്ടിരിക്കുന്ന മാനും, കുറുക്കനും, കാട്ടുപോത്തും അങ്ങനെയുള്ള ജീവികളുടെ എല്ലാം എണ്ണം കൂടുന്നു എന്നാണ്. പിന്നെ നമ്മളിപ്പോൾ മുഷിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? മുഷിയെക്കുറിച്ച് പറഞ്ഞത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും അത് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാഞ്ഞത് കേട്ടോ. നിങ്ങളെ നോട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ ചോദിക്കത്തില്ലേ? അയ്യോ അതിൻ്റെയൊക്കെ ചിലതിൻ്റെ നോട്ട് നിങ്ങൾ തന്നില്ലെന്ന്. അപ്പോൾ അത് ഇതിൽ തന്നെ കിടപ്പണുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് 2 പേര് എഴുതിയാൽ മതി കേട്ടോ. അതാണ് ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായ ഒരു മീനാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷി ആണല്ലോ. നമ്മുടെ നാട്ടിലെ ജലാശയത്തിൽ ഇവ എത്തിയാൽ നാടൻ മത്സ്യങ്ങളെല്ലാം അവ തിന്നു തീർക്കും. ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയത്തിൽ ഇല്ല. ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമാകുന്നു എന്നാണ് കേട്ടോ. ഓക്കെയാണോ ക്വസ്റ്റ്യൻ ആൻസർ? അടുത്തത് വർണ്ണകങ്ങൾ എന്നാൽ എന്താണ്? വർണ്ണകങ്ങൾ എന്നാൽ എന്താ? അതായത് ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതിനെയാണ് വർണ്ണകങ്ങൾ. ഇതിനെല്ലാം കളറില്ലേ? ചുമന്ന പൂവ്, പച്ചപ്പൂവ്, മഞ്ഞപ്പൂവ് ഒക്കെ ഇല്ലേ? ഈ ഇലകൾക്ക് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ നിറം കൊടുക്കുന്നതിനെയാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതകം എന്നാൽ എന്താ? ഹരിതകം ഇലകളിൽ പച്ച നിറം കേട്ടോ, പച്ച നിറമുള്ള വർണ്ണമാണ് ഹരിതകം. അത് തിരിഞ്ഞു പോലെ ഞങ്ങളെ വർണ്ണകങ്ങൾ എന്നാൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ പച്ച കളർ കൊടുക്കുന്നത് ആരാണ്? ഹരിതകമാണ്. അത് 1 മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ, ഇമ്പോർട്ടൻ്റാ. അങ്ങനെയാണെങ്കിൽ ചുവന്ന കളർ, പച്ച കളർ കൊടുക്കുന്നത് ഹരിതകമാണെന്ന് പറഞ്ഞെങ്കിൽ ചുവപ്പ് കളർ കൊടുക്കുന്നതിൻ്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും. ആന്തോസയാനിൻ. അതും ടെസ്റ്റിൽ കിടപ്പുണ്ട്, ഞാൻ അതുകൊണ്ട് സെപ്പറേറ്റ് എഴുതിയില്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ആന്തോസയാനിൻ. നിങ്ങളുടെ ടെസ്റ്റ് ഇംഗ്ലീഷുകാരെടുത്ത് നോക്കണോ? പേരറിയാമെങ്കിൽ മലയാളത്തിൽ എഴുതി കിട്ടോ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ പേരൊക്കെ കേൾക്കുന്നത്. ആന്തോസയാനിൻ. എന്നാൽ ഓറഞ്ച് കളറിൽ കൊടുക്കുന്നതോ? കരോട്ടിൻ.
ചുവപ്പ് കളറ് ആന്തോസയാനിൻ, പച്ച കളറ് ഹരിതകം, പച്ച കളറ് കൊടുക്കുന്ന ക്ലോറോഫില്ല കേട്ടോ. പച്ച ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാലാണ് ഹരിതകം. പക്ഷേ പച്ച കളറ് കൊടുക്കുന്ന ക്ലോറോഫില്ല കുഞ്ഞുങ്ങളെ കേട്ടോ, തിരിഞ്ഞു പോലെ ക്ലോറോഫിൽ. മഞ്ഞ കളറാണെങ്കിൽ അത് സാന്തോഫില്ലുമാണ്. ഇത് തിരിഞ്ഞു പോലെ പച്ച നിറമുള്ള വർണ്ണകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിതകമാണ്. പക്ഷേ പച്ച കളറ് കൊടുക്കുന്നത് ക്ലോറോഫില്ലുമാണ് കേട്ടോ. ഇനി ജീവജാലങ്ങൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഈ പ്ലാന്റ്സ് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ? ജീവജാലങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ് അല്ലേ. നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. പക്ഷേ സസ്യങ്ങൾ നേരെ തിരിച്ചാണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പം നമ്മൾ എന്താ ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയാണ് ജീവിക്കുന്നത്. സസ്യങ്ങൾ എന്താ നിങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസം വിടുന്നത്, ശ്വാസം അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. പക്ഷെ നമ്മളോ ജീവജാലങ്ങളോ അല്ലാത്ത ജന്തുക്കളൊക്കെ അതാ ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ഓക്കെ ആണോ? ഇനി എന്താണ് സ്റ്റൊമാറ്റ? ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഈ സുഷിരങ്ങളിലൂടെയാണ് വായു സസ്യങ്ങളിലേക്ക് കടക്കുന്നതും ഓക്സിജൻ പുറന്തള്ളപ്പെടുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ഇലയുടെ കാര്യം പറഞ്ഞല്ലോ, ഇലകളിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാ? നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത് അല്ലേ, മൂക്കിൽ കൂടെ ശ്വസിക്കുക, മൂക്കിൽ കൂടെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വായിൽ കൂടെ ഒക്കെ ശ്വാസം വിടുന്നുണ്ട്. പക്ഷേ ഇലകളിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഇലകളിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇലകളിലെ സൂക്ഷ്മ ചെറിയ ചെറിയ കുത്തുകുത്ത്, നിങ്ങളൊരു ഇല എടുത്ത് നോക്കണേ, കുഞ്ഞു കുഞ്ഞു കുത്തുകൾ കാണുമേ. ആ കുത്തിനകത്തൂടാണ് എന്ത് ചെയ്യുന്നത്? സുഷിരങ്ങളാണ്. ആ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആ സുഷിരങ്ങളിലൂടെയാണ് ഇത് വായു സസ്യങ്ങളിലേക്ക് കടക്കുന്നതും ഈ ഓക്സിജനെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെയാണോ നിങ്ങളെ? അടുത്തത് ഇത് ഇത്രയാണ് നമ്മൾ എഴുതിയത്. ഇംഗ്ലീഷുകാർക്ക് ഏതുവരെ പറഞ്ഞായിരുന്നു? ഫുഡ് ചെയിന്, പിന്നെ ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. അത് എഴുതിയായിരുന്നോ? അടുത്തത് ഇത് നമ്മൾ എഴുതിയ അല്ലേ, എന്താ വിച്ച് ദ മെയിൻ കോമ്പോണൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ് നീഡ്. ഏതൊക്കെ വേണം ഒരു പ്ലാന്റ്സിന്? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, സൂര്യപ്രകാശം വേണം, വാട്ടർ വേണം, ക്ലോറോഫിൽ വേണം. എന്താണ് എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ? ദ പ്ലാന്റ്സ്, എപ്പിഫൈറ്റ് എന്നാൽ എന്താ പറഞ്ഞാൽ ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ് only for habitat അല്ലേ, only for a habitat. such plants are called epiphyte. ഇതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് ഓർക്കിഡ്. എന്താണ് ഓർക്കിഡ്? വായിക്കാൻ അറിയണേ. ഓർക്കിഡ് അതായത് ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട്. മരവാഴയെന്ന് കേട്ടിട്ടുണ്ടോ? വാണ്ട അല്ലേ. അതിനെ മരവാഴകൾ ഇങ്ങനെ ആ വലിയ മരത്തെ പറ്റിപ്പിടിച്ചിരിക്കാൻ അതിനെ സഹായിക്കുന്ന അതിൻ്റെ വേരുകളാണ്. കട്ടി കൂടിയ ഈ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയും വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഇത് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നതും. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡുകളാണ് എപ്പിഫൈറ്റുകളുടെ ഓർക്കിഡ് ചെടി കണ്ടിട്ടുണ്ട്, ഇപ്പം മിക്ക വീട്ടിലും ഉണ്ടല്ലോ. ഓർക്കിഡ് ചെടിയാണ് ഇതിൻ്റെ എക്സാമ്പിൾ, ഉദാഹരണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് എന്നാൽ പ്ലാന്റ്സ് മേക്ക് എ ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് they use the energy from sunlight, so that the activity is called this activity is called photosynthesis. എന്തോ ഞങ്ങളെ ഫോട്ടോസിന്തസിസിൻ്റെ മലയാളം എന്താണ്? ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം. എന്താണ് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ. സൂര്യപ്രകാശത്തു നിന്നുള്ള ഈ ഊർജ്ജമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകത്തിന്റെ മലയാളമാണ് ക്ലോറോഫില്ല് എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളോട് 3 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ആണോ നിങ്ങളെ? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ്, അത് തിരിഞ്ഞു പോകലെ ഹരിതകം. ക്ലോറോഫിൽ ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ്. ഓക്കെ ആണോ നിങ്ങളെ? ഞാൻ കാരണം ഇതിനകത്ത് തന്നിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ഇനി ഞാൻ സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് എഴുതാഞ്ഞത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എല്ലാം അത് പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചത് കൊണ്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അത് ഇംഗ്ലീഷിൽ അറിയാൻ വയ്യാത്തൊരു മലയാളത്തിൽ എഴുതി വെക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ.
ഇത്രയേ ഉള്ളൂ മരവാഴയെക്കുറിച്ചും. പിന്നെ പാരാസൈറ്റ് എന്ന് വെച്ചാൽ ഉണ്ട്, പാരാസൈറ്റ് കസ്ക്യൂട്ട എന്ന് വെച്ചാൽ മൂടില്ലാത്ത ആളിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അതാണ് ഞാൻ എഴുതാഞ്ഞത്. കസ്ക്യൂട്ട പ്ലാന്റ്സ് ഹാവ് എ റൂട്ട് ദാറ്റ് ക്യാൻ അബ്സോർവ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്. ദേ ആർ കാൾഡ് ടോട്ടൽ പാരാസൈറ്റ്. അത് രണ്ടും ഇവിടെ തന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മുടെ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാരുടെയും പുസ്തകത്തിൽ രണ്ടിലും അത് അടിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് ഞാൻ വേണമെന്ന് വായിച്ചു തരാം. സെമി പാരാസൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും ഇത് വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ ഈ ഇത്തിക്കണ്ണി പോലുള്ള സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി പാരാസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇത്തിൽക്കണ്ണി? അത് നമ്മുടെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ എന്തോ ഈ ഇത്തിൽക്കണ്ണി കേട്ടോ. പാരാസൈറ്റ് അതായത് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും മറ്റ് എന്ന് വെച്ചാൽ ആ നിൽക്കുന്ന ഏത് മരത്തിലാണോ അതിനെ ഈ ആതിഥേയ സസ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം വലിയ പ്ലാവ്, ആഞ്ഞിലി അങ്ങനെയൊക്കെ ഉള്ളതിലാണ്. പ്ലാവിലൊക്കെ തോന്നിയുണ്ട് അല്ലേ. ആതിഥേയ സസ്യങ്ങളിൽ ജലവും ആ നിൽക്കുന്ന മരത്തിൻ്റെ ജലവും ലവണവും വലിച്ചെടുത്ത് ഈ ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഈ അങ്ങനെയുള്ള ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെയാണ് എന്താണ് സെമി പാരാസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞു, കസ്ക്യൂട്ടയെക്കുറിച്ച്. കസ്ക്യൂട്ട എന്ന് വെച്ചാൽ അതും പടത്തിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ മൂടില്ലാത്ത ആളി കേട്ടോ. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ, ആതിഥേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന മരത്തിൻ്റെ പോഷകഘടകങ്ങളെല്ലാം വലിച്ചെടുക്കാൻ കഴിയുള്ള വേരാണ് ഇവയ്ക്കുള്ളത്. ഏത് മരത്തേലാണോ നിൽക്കുന്നത് അതിൻ്റെ മൊത്തം പോഷകഘടകം മൊത്തം ഈ നിൽക്കുന്ന ഇതങ്ങ് വലിച്ചെടുക്കുമേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പോഷകങ്ങൾ വലിച്ചെടുത്ത് മൂടില്ലാത്ത ആളി പോലെയുള്ള സസ്യങ്ങൾ, ഇങ്ങനെ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി പോലെയുള്ള സസ്യങ്ങളെ പരാതങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരാസൈറ്റ് എന്ന് പറയുന്നു കേട്ടോ. അപ്പം സമയം ഒരുപാടായി. ഇപ്പോൾ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഒരുപോലെ പറയേണ്ടതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പീഡിൽ പോയത്. നോട്ട് ഞാൻ തന്നിട്ടുണ്ട് കണ്ടോ. നോട്ട് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ സമാധാനത്തെ ഇത് എഴുതിയെടുക്കണം കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണേ കുഞ്ഞുങ്ങളെ. ഒരു ചാപ്റ്റർ ഒറ്റ അടിക്കൊന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒറ്റ ലിങ്കിലൊന്നും പറ്റത്തില്ല. എന്നിട്ട് ഞാനിത് നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടി സ്പീഡിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണേ കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ വേണമെങ്കിൽ എന്നോട് പറയണേ. ഓക്കെ, താങ്ക് യു.